സൂറത്തുൽ മുഅ്മിന് ഗാഫിർ എന്ന പേരുണ്ട്. അത് മക്കയിലാണ് അവതരിച്ചത്. 85 ആയത്തുകളാണ്, 9 റുക്കുകളാണുള്ളത്. അതിലെ 7ാമത്തെ ആയത്താണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമാ ഫഗ്ഫിർ ലില്ലദീന താബൂ വത്തബഉ സബീലക വഖിഹിം അദാബൽ ജഹീം. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഈ ആയത്തിൻ്റെ ആശയം എന്ന് പറയുന്നത് അല്ലാഹു തആലയുടെ അർശും അതിന് ചുറ്റിലുള്ളതും വഹിക്കുന്നതായ മലക്കുകൾ, വഹിക്കുന്നവർ അവർ മലക്കുകളാണ്. അവർ അള്ളാഹുവിനെ ഹംദ് കൊണ്ട് തസ്ബീഹ് ചെയ്യുകയും വയസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി അവർ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവർ ആ അർശ് ചുമക്കുന്നവരായവരാണ്. അവർ എന്താ പിന്നെ ചെയ്യുക? വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു വിശ്വസിച്ചവർക്ക്, അള്ളാഹുവിനെ വിശ്വസിക്കുക. വിശ്വാസ കാര്യങ്ങൾ കുറേ ഉണ്ട്, നമുക്കറിയാം. അള്ളാഹുള്ള വിശ്വാസം, മലക്കുകളുള്ള വിശ്വാസം, അങ്ങനെ അള്ളാഹുവിലും അതിനോട് അള്ളാഹു സൃഷ്ടിച്ച കുറച്ച് കാര്യങ്ങളോടും നിർബന്ധമായും വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി അവർ ഇസ്തിഗ്ഫാറിനെ തേടും. അവർക്ക് പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? റബ്ബന വസിഅത കുല്ല ശൈഇൻ ഇൽമൻ റഹ്മത്തൻ വഇൽമ. അള്ളാഹുവെ, നീ ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെ മേലും കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അറിവ് നൽകിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള ബോധനം, അറിവ് നൽകിയിട്ടുണ്ട് എന്ന്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത് എന്താ? ഫഗ്ഫിർ ലില്ലദീന ആമനു താബു വത്തബഉ സബീലക. നിന്റെ മാർഗം പിൻപറ്റിയവർക്കും അള്ളാഹുവിനോട് തെറ്റുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് കുറച്ച് നിബന്ധനകളോടുകൂടി അതിൽ നിന്ന് മടങ്ങിയവർക്കും അള്ളാഹു പുറത്തു കൊടുക്കണേ എന്നവർ പ്രാർത്ഥിക്കും. വഖിഹിം അദാബൽ ജഹീം. അത് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ആ അപാരമായ ശിക്ഷയുള്ള ആ ശിക്ഷയെ, നരകമാകുന്ന ശിക്ഷ, ഖബറാകുന്ന ശിക്ഷ, അങ്ങനെ എവിടെയെല്ലാമാണോ അള്ളാഹുവിൻ്റെ ശിക്ഷയുള്ളത് ആ ശിക്ഷയിൽ നിന്നെല്ലാം അവരെ കാത്തുരക്ഷിക്കണേ എന്നും പ്രാർത്ഥിക്കുമെന്നാണ്. അള്ളാഹു ഖുർആനിലെ സൂറത്തുൽ ഹാക്കയിൽ പറയുന്നത് എന്താണ്? ഈ അർശ് ചുമക്കുന്നവർ 8 മലക്കുകളാണ് എന്ന് പറയപ്പെടുന്നു. 8 മലക്കുകൾ. ആ മലക്കുകൾ ആ മലക്കുകൾ വെച്ച് ഏറ്റവും ഉന്നതന്മാരായ മലക്കുകളായിരിക്കും അള്ളാഹുവിൻ്റെ അർശിനെ ചുമക്കുക എന്ന് ഹദീസുകളിലൂടെയും ഖുർആനിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഭൗതിക ലോകവും അഭൗതിക ലോകവും തമ്മിൽ നമുക്കറിയാത്ത കുറച്ച് അദൃശ്യ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഒന്നും നമുക്ക് മനുഷ്യരായി നമുക്കറിയില്ല. അതുപോലെ തന്നെ മനുഷ്യർക്കും മലക്കുകൾക്കും ഇടയിൽ ഒരു അദൃശ്യമായ ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യം ഖുർആനിൻ്റെ വെളിച്ചത്തിലോ ഹദീസിൻ്റെ വെളിച്ചത്തിലോ നമുക്ക് പൂർണ്ണമല്ല. പുറമേ ഉള്ള ആയത്തുകളുടെ അർത്ഥം എന്താണോ ആ കാര്യങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു മുഅ്മിനെ സംബന്ധിച്ച് ഏറ്റവും ശരിയായ മാർഗം. എന്തായാലും ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യൻ്റെ അടുത്ത് ഒരു മലക്കുമുണ്ട്, ഒരു പിശാചുമുണ്ടെന്നുള്ള കാര്യം. അതായത് നന്മകളൊക്കെ രേഖപ്പെടുത്താനും അവൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അവൻ്റെ കാര്യങ്ങളെല്ലാം അറിയാനും എഴുതി വെക്കാനും വേണ്ടി അള്ളാഹു മലക്കിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും, ആ മനുഷ്യനെ തെറ്റിലേക്ക് വഴിതെറ്റിക്കാൻ വേണ്ടി അവൻ്റെ കാര്യങ്ങളെ, അവനെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും പിന്തിരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു പിശാചിന് അനുവാദം കൊടുത്തിട്ടുണ്ട് എന്നും നമുക്കറിയാം. ഇത് ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മലക്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആ മലക്കളെ കുറിച്ച് പറഞ്ഞ ഹദീസുകളിൽ 1-2 ഹദീസുകൾ പറയുന്നത്, നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളോട് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ ആമീൻ പറയുമെന്നും നിനക്കും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്നാണ്. അതേപോലെ തന്നെ സദക്ക ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമത്രേ. എങ്ങനെയാണ് പ്രാർത്ഥിക്കുക? സദക്ക ചെയ്തവർക്ക് നീ അവർക്ക് വിശാലമാക്കി കൊടുക്കണേ, അവർക്ക് നീ നന്മകൾ ചെയ്തു കൊടുക്കണേ, അനുഗ്രഹിക്കണേ എന്ന്. അതേപോലെ തന്നെ സദക്ക ചെയ്യാതെ പിടിച്ചു വെക്കുന്നവർക്ക് അവർക്ക് നാശം കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് കഷ്ടം കൊടുക്കണേ എന്ന്. അതായത് ആ പലിശ കൊണ്ട് ആ പൈസ കൊണ്ട് അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുമെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി എന്താണ് മലക്കുകൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് വേണ്ടി മലക്കുകൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി തേടിക്കൊണ്ടേയിരിക്കും. ആർക്ക് വേണ്ടിയാ? അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക്. അതേപോലെ തന്നെ
പശ്ചാത്തപിക്കുന്നവർക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തെ കഴിവിൻ്റെ പരമാവധി പിൻപറ്റി ജീവിക്കുന്നവർക്ക് വേണ്ടി അവർക്ക് പുറത്തു കൊടുക്കണേ നാഥ, ഇവർക്ക് നീ അവരുടെ തെറ്റുകൾ പുറത്തു കൊടുക്കണേ എന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള ആയത്തിൽ പറയുന്നത്, വരികളിൽ പറയുന്നത്, അള്ളാഹു ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെ മേലും കാരുണ്യം ചൊരിഞ്ഞിട്ടുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള അറിവുകൾ കൊടുത്തിട്ടുണ്ട് എന്ന്. മനുഷ്യർക്കാകട്ടെ, മൃഗങ്ങൾക്കാകട്ടെ, ജീവജാലങ്ങൾക്കാകട്ടെ, ജീവനില്ലാത്ത വസ്തുക്കൾക്കാകട്ടെ, എല്ലാത്തിനോടും അള്ളാഹു കാരുണ്യം ചൊരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാം അള്ളാഹു ഈ ലോകത്ത് വെച്ച് നൽകുന്നുണ്ട്. അതെല്ലാം കാരുണ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ കാരുണ്യം എല്ലാ ജീവജാലങ്ങൾക്കും, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കെല്ലാം കൊടുക്കുമെന്നും അവർക്ക് അവരുടേതായ അറിവുകൾ കൊടുക്കുമെന്നും, മൃഗങ്ങളാവട്ടെ ഏത് ജീവജാലങ്ങളാകട്ടെ അവരുടെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവരുടെ കുട്ടികൾ അകിടിലേക്ക് പാൽ കുടിക്കാൻ പോകുന്നതും ഇതെല്ലാം അള്ളാഹു കൊടുക്കുന്ന അറിവിലൂടെയാണ്. ഇങ്ങനെ വളരെ വിശാലമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ. അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അവനോട് കാരുണ്യത്തോടെ പെരുമാറാനും അല്ലെങ്കിൽ അവനോട് പ്രാർത്ഥിക്കാനും അതുവഴി നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരാനും നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ ജന്തു ഇത്രാദികളെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.